എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 10 വർഷമായി LDF ഗവൺമെൻറ് പ്രഖ്യാപിച്ച് ചീറ്റിപ്പോയ പദ്ധതികളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. പദ്ധതികളൊക്കെ ചീറ്റിപ്പോയെങ്കിലും ഇതിനെല്ലാം കോടിക്കണക്കിന് രൂപ ചിലവുണ്ടായിട്ടുണ്ട്. അത് ആരാണ്ടടെയൊക്കെ പോക്കറ്റിലോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ആർക്കും ഇപ്പോൾ അറിയാൻ വേണ്ട. നമ്മളിപ്പോൾ ഈയിടെ കണ്ടോ, KSRTC ബസ്സെ മുഴുവൻ പരസ്യം വെച്ചിരിക്കുക. KSRTC ബസ്സിൽ സർക്കാരിൻ്റെ പരസ്യം വെക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശമായതുകൊണ്ട് അതിൻ്റെ പണം സർക്കാർ അങ്ങോട്ട് അടയ്ക്കുമോ അതോ പാർട്ടിക്കാരടയ്ക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, സർക്കാരിൻ്റെ പേരിൽ വലിയ ഫ്ലക്സുകൾ വഴിയിലെല്ലാം വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫ്ലക്സുകൾ, 10-100 അടി നീളം, 10-50 അടി ഉയരമുള്ള അതിഭയങ്കരമായ ഫ്ലക്സുകൾ. ഗവൺമെൻറ്റിൻ്റെ പൈസ എടുത്താണോ ഇത് വെക്കുന്നതെന്ന് എല്ലാവരും ഒരു വിവരാവകാശം വെച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കാം. എന്താണെങ്കിലും എന്നാ പരിപാടി വന്നാലും ഇതിനെല്ലാം ഫണ്ട് ഭയങ്കരമായിട്ട് ചിലവാകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരന് കിട്ടേണ്ട പണം എടുത്ത് തോന്നിവാസം കാണിക്കുക. നമുക്കൊന്ന് നോക്കാം. കേരളയിൽ ചീറ്റിപ്പോയോ? മഞ്ഞക്കുറ്റി ഉണ്ടാക്കിയ വകയിലും അതിൻ്റെ പുറകിൽ പോലീസുകാർ പോയ വകയിലും വണ്ടി പോയ വകയിലും അടി നടന്ന വകയിലും എല്ലാം കോടികൾ സംസ്ഥാനത്തിൻ്റെ ചിലവ്. ചീറ്റിപ്പോയ ഒരു പദ്ധതി കേരളയിൽ. ഇനി അടുത്തത് സീപ്ലെയിൻ. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോ, കേരളത്തിൻ്റെ കായലുള്ള ഏരിയയിലെല്ലാം LDFിൻ്റെ നേതാക്കന്മാർ വരുന്നത് സീപ്ലെയിനല്ല. സീപ്ലെയിൻ തിരുവനന്തപുരത്തു നിന്ന് പൊങ്ങുന്നു, സീപ്ലെയിൻ കുമരകത്ത് ഇറങ്ങുന്നു, സീപ്ലെയിൻ ഇവിടുന്ന് പൊങ്ങുന്നു, കുമരകത്തു നിന്ന് പൊങ്ങുന്നു, സീപ്ലെയിൻ പോയി എറണാകുളത്ത് താഴുന്നു, അവിടുന്ന് പൊങ്ങുന്നു, കോഴിക്കോട് പോയി ഇറങ്ങുന്നു. ഇപ്പം കേരളത്തിൽ സീപ്ലെയിൻ തട്ടിയിട്ട് അന്തരീക്ഷത്തിൽ കൂടെ നടക്കാൻ മേല, കോടികൾ ആ വഴി പോയി. അടുത്തത്, ആപ്പിൾ കമ്പനിയെ പൂട്ടിക്കാൻ കൊക്കോണിക്സ് ലാപ്ടോപ്പ്. ആപ്പിൾ കമ്പനിയെ പൂട്ടിക്കാൻ സത്യത്തിൽ ആപ്പിൾ കമ്പനിയുടെ ഉടമസ്ഥൻ ഇംഗ്ലണ്ട് വഴി അമേരിക്ക വഴി ഇപ്പോൾ തെണ്ടി നടക്കുക. ഒരു ലാപ്ടോപ്പ് പോലും വിൽക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഒരു ഫോൺ പോലും വിൽക്കാൻ പറ്റുന്നില്ല. കോക്കോണിക്സ് കോപ്പുണ്ടാക്കി വെച്ചതുകൊണ്ട് അയാളെ തീർത്ത് കളഞ്ഞു. കേരളം അതിഭയങ്കരമായിട്ട് വികസിച്ചു. അടുത്തത്, എരുമേലി വിമാനത്താവളം. എരുമേലി വിമാനത്താവളത്തിൻ്റെ ചരിത്രം പറയാം. കഴിഞ്ഞ ദിവസം ഇറാഖിലേക്ക് പോകാൻ അമേരിക്ക അയച്ച സ്റ്റെൽത്ത് എന്ന് പറയുന്ന ബോംബർ ഒരു 12 എണ്ണം വന്ന് ഇറങ്ങിയത് എരുമേലിയിലാണ്. എരുമേലിയിൽ ഇറങ്ങിയിട്ട് അതിന് ഇന്ധനമൊക്കെ നിറച്ചു കൊടുത്തു. അത് വീണ്ടും ഇവിടുന്ന് പൊങ്ങിപ്പോയി. അങ്ങനെ അമേരിക്ക ഇറാഖിലേക്ക് യുദ്ധം നടത്തുമ്പോൾ ഒരിടത്താവളമായിട്ട് ഇറങ്ങി വരാവുന്ന രീതിയിൽ വികസിച്ച ഒരു സംവിധാനമാണ്, LDF ഗവൺമെൻറ് വികസിപ്പിച്ച ഒരു സംഭവമാണ് ഈ എരുമേലി എയർപോർട്ട്. അടുത്തത്, കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ. ഇപ്പോൾ കോഴിക്കോടുകാരും തിരുവനന്തപുരംകാരും ടൗണിൽ ട്രാഫിക് ബ്ലോക്കേ ഇല്ല. അവർ ഈ ലൈറ്റ് മെട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വീശി നടക്കുക. ഇടുക്കിയിലും വയനാട്ടിലും കൂടെ ഉണ്ടാക്കി എന്നുള്ളതാണ്. കോഴിക്കോടും തിരുവനന്തപുരം പറഞ്ഞുള്ളെങ്കിലും അവരുടെ ആ ഉത്തരവാദിത്തം മൂലം അവർ ഇടുക്കിയിലും വയനാട്ടിലും കൂടെ മെട്രോ ആക്കി. ഇപ്പോൾ എല്ലാവരും ഇടുക്കിക്കാരെല്ലാം കൂളായിട്ട് പണിക്ക് പോകുന്നത്, രാവിലെ ഏലത്തോട്ടത്തിൽ പോകുന്നത് എല്ലാം മെട്രോ ട്രെയിനല്ല. എത്ര വിജയകരമായ പദ്ധതി! ഇതിനൊക്കെ എന്തേലും എഴുതിയെടുത്തെന്ന് ദൈവത്തിനറിയാം. ഇനി കയറുവിരി ശാസ്ത്രജ്ഞൻ പറഞ്ഞു 2 വർഷം കൊണ്ട് KSRTCയെ ലാഭത്തിലാക്കും. 6100 കോടി ആസ്തി, ഇപ്പോൾ 17,000 കോടി രൂപ കടം. ഈ ദിവസങ്ങളിൽ ഓരോരുത്തരും വിളിച്ച് പറയുക, KSRTCക്കകത്ത് എന്ത് സ്പെയർ പാർട്സാണ് മേടിച്ച് കൂട്ടുന്നതെന്നറിയാവോ? ഒരു കാര്യവും ഇല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ സ്പെയർ പാർട്സ് ഇങ്ങ് മേടിച്ച് കൂട്ടും. കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ആവശ്യമില്ലാതെ ഇത് മുഴുവൻ ആക്രിക്ക് വിൽക്കും. ഇത് കൊടുക്കുന്നത് ഒരു സ്ഥിരം പാർട്ടീസ്, ഇത് ആക്രിയായിട്ട് മേടിക്കുന്ന ഒരു പാർട്ടീസ്, അത് കഴിഞ്ഞ് ഇത് നിസാര വിലയ്ക്ക് കടകളിൽ കൊണ്ട് വിൽക്കുകയും ചെയ്യും. KSRTC ലാഭത്തിലാക്കി കയറുവിരി ശാസ്ത്രജ്ഞൻ. ഇനി അടുത്തതുള്ളത്, 80 രൂപയ്ക്ക് കേക്കോഴി. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ മനുഷ്യൻ മുഴുവൻ തിന്നുന്നത് കേക്കോഴിയല്ലേ? 80 രൂപയുടെ കോഴി നടപ്പിലാക്കി. അടുത്തത്, ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡ് ആക്കും. ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡും ആക്കി, കിഴക്കമ്പലത്തിനെ സിംഗപ്പൂരും ആക്കി. അതുകൊണ്ട് ഇപ്പോൾ എന്നാ വെച്ചാൽ മലയാളികൾക്ക് സ്വിറ്റ്സർലൻഡിലോട്ട് പോകണേലും സിംഗപ്പൂരിലോട്ട് പോകണേലും വിസ വേണ്ട, ട്രാൻസ്പോർട്ട് ബസ്സേ കയറിയാൽ മതി. സ്വിറ്റ്സർലൻഡിലും ചെല്ലും, സിംഗപ്പൂരിലും ചെല്ലും. ആലപ്പുഴ കൊതുക് കാരണം മനുഷ്യന് വെളിയിറങ്ങി നടക്കാൻ മേല. ഈ കായൽ മുഴുവൻ പോള കാരണം ഒരു വള്ളം പോലും പോകാൻ മേലാത്ത വഴിയിലാണ് ഇടയ്ക്കത്തെ തോടെല്ലാം കിടക്കുന്നത്. ആലപ്പുഴ സ്വിറ്റ്സർലൻഡ് ആക്കിയതിൻ്റെ ബാക്കിയാണ്. ഇനി അംബാനിയെ മുടിപ്പിക്കാൻ വേണ്ടി ഫോൺ കൊണ്ടുവരും. ഫോൺ, കോണകത്തിലെ ഫോൺ. ആ സാധനം കൊണ്ടുവന്നിട്ട് അതിനാണ്ട് 1500 കോടി എങ്ങാണ്ട് ചിലവുണ്ട്. ഇപ്പോൾ അംബാനി ബോംബെ തെരുവിൽ കൂടെ തെണ്ടി കിടക്കുക. കാരണം അയാളുടെ ജിയോ ഫോൺ ഇല്ലിപ്പം. അതൊന്നും ജിയോ എന്ന് പറയുന്ന സംവിധാനമില്ല. അങ്ങോട്ട് കയറി ഇന്ത്യ മുഴുവൻ പിടിച്ചെടുത്ത് തീർത്ത് കളഞ്ഞു ഫോൺ. അടുത്തത്, വെള്ളപ്പൊക്ക പരിഹാരത്തിനായി റൂം ഫോർ റിവർ പദ്ധതി. ഞാനൊരു ഫോട്ടോ കാണിക്കാം, കണ്ടോ? ഇതാണ് നാട്ടിലുള്ള വേസ്റ്റ് മുഴുവൻ കുപ്പിയെല്ലാം കൂടെ വെള്ളത്തിലോട്ട് കലക്കി വിട്ട് അങ്ങനെ വെള്ളം മുഴുവൻ കുപ്പിക്കകത്ത് കയറി നിറയ്ക്കുന്ന റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന്, റിവറിന് റൂം പ്ലാസ്റ്റിക് കുപ്പിയാണ്.
വലിയ പദ്ധതി, അതൊക്കെ ലോക നിലവാരത്തിൽ വന്ന പദ്ധതികളാണ്, വിജയകരമായി നടപ്പാക്കി. അടുത്തത് മദ്യവർജനം നടപ്പാക്കുമെന്ന് KPSC ലളിതയും ഇന്നസെൻറ്റിനെ കൊണ്ടും വരെ പറയിച്ചു. ഇപ്പം ബാറോട് ബാറ്, ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ 21-29 ബാർ ഉണ്ടായിരുന്നത് ഇപ്പോൾ 800-ലധികമായി. 24 മണിക്കൂറും തുറക്കാവോ എന്നാണ് ഇപ്പം നോക്കുന്നത്. തന്നെയല്ല, ഇത് പലതും പല പ്രമുഖന്മാരുടെയും ബിനാമികളാണ്. കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി റൂട്ടിലൊക്കെ പോയാൽ പല ബാറുകളും രാഷ്ട്രീയക്കാരുടെ തന്നെയാണ്. ആരാധനാലയങ്ങളിലെ മൈക്ക് 10 മണി കഴിഞ്ഞ് പറ്റുകയില്ല കേട്ടോ, ബാറ് നേരം വെളുക്കുള്ളൂ. ഇനി അടുത്തത്, സർക്കാർ ആശുപത്രികൾ ലോകോത്തര മികവിൽ ആക്കി. ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. മനുഷ്യ ശരീരം ലോക്കറായി ഉപയോഗിക്കുന്ന അത്യന്താധുനിക സംവിധാനം കണ്ടുപിടിച്ചു കേരളം. അടുത്തത്, വിദേശികളെ ആകർഷിക്കുന്ന ഹോസ്പിറ്റൽ ടൂറിസം. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 2 ആഴ്ച മുമ്പ് ട്രംപിൻ്റെ മൂലക്കുരുവിൻ്റെ ഓപ്പറേഷൻ നടത്തിയത് കേരളത്തിലായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് പുള്ളി അങ്ങ് പോയിട്ടേ ഉള്ളൂ. അത്രയും വലിയ വിദേശികളെ ആകർഷിക്കുന്ന ഹോസ്പിറ്റൽ ടൂറിസം. ഇനി വിദേശികളുടെ കോടികളുടെ നിക്ഷേപം ആകർഷിച്ചെന്നാണ് പറയുന്നത്. അതിനകത്തൊരു ചെറിയ തിരുത്ത് നമ്മൾ ചിന്തിക്കണം. പണ്ട് നമ്മുടെ നാട്ടിലുള്ളവരും ഇന്ത്യയിലുള്ള പലരും സ്വിറ്റ്സർലൻഡിൽ പോയി നിന്നിട്ട്, സ്വിസ് ബാങ്കുകളിൽ പോയി നിന്നിട്ട് വിദേശ നിക്ഷേപം ആകർഷിക്കും എന്ന് പറഞ്ഞാൽ, ഇവൻ നാട്ടിൽ കട്ടും മുടിച്ചു ഉണ്ടാക്കിയ സാധനം സ്വിറ്റ്സർലൻഡിലോട്ട് ആകർഷിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ച് വിദേശ നിക്ഷേപം ഓക്കെ ആയിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്നറിയാവോ? അമേരിക്കയിലും കാനഡയിലും ദുബായിലും ചെന്ന് നിന്നിട്ട് ആണ് കട്ടതും മോട്ടിച്ചതും പിടിച്ചു പറിച്ചതും എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങോട്ട് 3 ലക്ഷം കോടി വരുമെന്ന് പറഞ്ഞ് നോക്കി മലയാളി ഇരുന്നു, പക്ഷേ പോയത് അങ്ങോട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് നിന്ന് ഇവർക്കെല്ലാം അവിടെ വലിയ പൗരത്വവും അല്ലെങ്കിൽ വേറെ വിസയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നിന്ന് നോക്കുമ്പോൾ ശരിയാ, വിദേശ നിക്ഷേപം വന്നു. കേരളത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അമുക്കി അങ്ങോട്ട് കൊണ്ടുപോയി, വിദേശ നിക്ഷേപം വന്നു. അപ്പോൾ കോവിഡ് വാക്സിൻ ഉണ്ടാക്കും, അന്താരാഷ്ട്ര കമ്പനികളെ കെട്ടുകെട്ടിക്കും. ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോണം, ഇപ്പം ലോകത്തിൽ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികൾ അമേരിക്കയിലും റഷ്യയിലും ചൈനയിലും ഒന്നുമില്ല. ആ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികൾ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനുമുള്ള മരുന്നുണ്ട്, പേവിഷബാധ ഉൾപ്പെടെ എല്ലാത്തിനുമുള്ള വാക്സിനുണ്ട്. അങ്ങനെ വിദേശ കമ്പനികളെ എല്ലാം കെട്ടുകെട്ടിച്ചു. ഇനി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു? LDF വരും, എല്ലാം ശരിയാക്കും. വളരെ സന്തോഷത്തോടെ പറയട്ടെ, LDF വന്നു, എല്ലാം ശരിയാക്കി. കഴിഞ്ഞ ഭരണകാലത്തൂടെ ഇവിടെ എല്ലാവർക്കും വീട് ആയി, എല്ലാവർക്കും തൊഴിൽ ആയി, ആരോഗ്യ മേഖലയിൽ ആശുപത്രികളെല്ലാം 5 സ്റ്റാർ നിലവാരത്തിലായി, കൈക്കൂലി നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റി, എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്തു. കേരളത്തിൽ ഇനി അടിസ്ഥാനപരമായി ഒരു പ്രശ്നവുമില്ല. 30 വർഷം വാറണ്ടിയുള്ള റോഡുകൾ ഗ്രാമങ്ങളിൽ വരെ ചെയ്തു. ജലപാതകളെല്ലാം റെഡിയാക്കി. എരുമേലി ഉൾപ്പെടെയുള്ള വിമാനത്താവളം വന്നു. പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ വന്നു. അങ്ങനെ വികസനങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് മിച്ചം പിടിച്ച തുക 10 ലക്ഷം കോടി രൂപ സംസ്ഥാന ഖജനാവിൽ ഇപ്പോൾ പണമുണ്ട്. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരില്ല, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരില്ല, അഴിമതി എന്ന് പറയുന്ന ഒരു പരിപാടി പോലും ഇല്ലാതെ സിംഗപ്പൂർ മോഡൽ കേരളമാക്കി. ഇനി മുന്നിലോട്ട് മൂന്നാമത് LDFൻ്റെ 3.0 മൂന്നാം ഗവൺമെൻറ് വന്നാൽ ചെയ്യാൻ പോകുന്ന 2-3 കാര്യങ്ങളൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ലോകരാജ്യങ്ങൾക്ക് ആവശ്യമായ ആണവായുധങ്ങൾ മൂന്നാം ഗവൺമെൻറ് വന്നാൽ കേരളത്തിലുണ്ടാക്കി വിൽക്കും. ആണവായുധങ്ങൾ ഉണ്ടാക്കി വിൽക്കും. കാരണം മറ്റു കാര്യങ്ങളൊക്കെ ജനത്തിൻ്റെ കഴിഞ്ഞു. ഇനി ഇപ്പം നിലവിൽ അമേരിക്കയുടെ കയ്യിൽ F-16, F-35 എന്ന് പറയുന്ന 2 അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് ഉള്ളത്. ഫ്രാൻസിൻ്റെ കയ്യിൽ റഫാൽ എന്ന് പറയുന്നൊരു യുദ്ധവിമാനമുണ്ട്. റഷ്യയുടെ കയ്യിൽ സുഖോയ് എന്ന് പറയുന്നൊരു യുദ്ധവിമാനമുണ്ട്. മൂന്നാം LDF ഗവൺമെൻറ് വന്നാൽ F-35 അമേരിക്കയുടെ കയ്യിലുള്ളൂ. F-70, F-70 എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങളും സ്റ്റെൽത്ത് വിമാനങ്ങളും കേരളത്തിലുണ്ടാക്കി നിസ്സാര വിലയ്ക്കുണ്ടാക്കി ലോകത്തിന് വിൽക്കും അടുത്ത പ്രാവശ്യം വന്നാൽ. അടുത്തത്, ഇന്ധനം വേണ്ടാത്ത വാഹനങ്ങൾ. അതിന് വലിയൊരു ടെക്നോളജി കയറുപിരി ശാസ്ത്രജ്ഞൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. ഇന്ധനം വേണ്ട, പെട്രോളും വേണ്ട, ഡീസലും വേണ്ട, സോളാറും വേണ്ട, ഒന്നും വേണ്ടാത്ത ഒരു സൈസ് വാഹനങ്ങൾ ഉണ്ടാക്കി അടുത്ത മൂന്നാമത്തെ ഗവൺമെൻറ് വന്ന ജനത്തിന് കൊടുക്കും. ഇനി ഏറ്റവും പുതിയൊരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, ശരീരത്ത് തൊടാതെ സർജറി നടത്താനുള്ള ഒരു ടെക്നോളജി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അത് അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ശരീരത്ത് തൊടുക വേണ്ട, കമ്പ്യൂട്ടർ ഒന്നും തൊടുകയില്ല, വെളി വെച്ച രശ്മികൾ വെച്ച മനുഷ്യ ശരീരത്തിനകത്ത് അത്യന്താധുനികമായി ഓപ്പറേഷനുകൾ ചെയ്യും. മുറിവൊന്നും വെളി വരികയില്ല. അങ്ങനത്തെ ഒരു സംവിധാനം മൂന്നാം LDF ഗവൺമെൻറ് വന്ന് നടപ്പിലാക്കും. ഇനി ഓരോ മനുഷ്യൻ്റെയും വിലപിടിപ്പുള്ള സാധനങ്ങൾ, ഇപ്പം നമ്മൾ അത്യാവശ്യം ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ ബാങ്ക് ലോക്കറിലാണ് കൊണ്ടുവെക്കുന്നത്. ആ ലോക്കറിന് പകരം മനുഷ്യ ശരീരത്തിൽ തന്നെ ലോക്കർ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം, അതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് ഒരു കത്രിക അകത്ത് വെച്ച് അത് വിജയകരമായി നടത്തി
അവർക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആവശ്യം വന്നപ്പോൾ അത് തിരിച്ചെടുത്തു. 5 വർഷമൊക്കെ കഴിഞ്ഞപ്പം വിജയകരമായി തിരിച്ചെടുത്തു. എന്ന് പറഞ്ഞ പോലെ മനുഷ്യ ശരീരത്തിൽ അവരുടെ ആഭരണങ്ങളും ആയുധങ്ങളും പ്രമാണങ്ങളും ഒക്കെ സൂക്ഷിക്കാവുന്ന ശരീരത്തിൽ ലോക്കർ എന്ന് പറയുന്ന അത്യന്താധുനിക ടെക്നോളജി അത് വികസിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന് ലോകം മുഴുവൻ നടപ്പാക്കും. അടുത്തത്, ഭക്ഷണത്തിന് പകരം ടാബ്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗുളിക ഇറക്കും. എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഗുളിക അങ്ങ് തിന്നാൽ മതി, ചന്ദ്രനിലൊക്കെ പോകുന്നവർ തിന്നുന്ന പോലെ. പിന്നെ വേറെ ഒരു പരിപാടിയില്ല, പിന്നെ കൃഷിയുടെ ആവശ്യമില്ല, വേറെ ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ടാബ്ലറ്റ്സിൻ്റെ പ്രധാന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തള്ളായിരിക്കും. തള്ളെന്ന് പറയുന്ന കണ്ടന്റ് ചേർത്ത ടാബ്ലറ്റ്സ് ആ മൂന്നാം സർക്കാർ ഉണ്ടാക്കി ഇറക്കും. ഇനി അടുത്തത്, വാഹനങ്ങളുടെ ടയർ അത് റോഡിൽ ഉരയുമ്പോൾ കണ്ടമാനം മാലിന്യ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് ടയറില്ലാത്ത വാഹനങ്ങൾ ഇറക്കും. എന്ന് പറഞ്ഞാൽ ജപ്പാനിലൊക്കെ ഈ കാന്തിക ട്രാക്കുകളുണ്ട്. കാന്തിക ട്രാക്കുകളിലൂടെ അങ്ങനത്തെ സംവിധാനങ്ങളിൽ പായുന്ന ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ റോഡുകളിൽ മുഴുവൻ, അത് ഏത് ഗ്രാമത്തിൽ കൂടെ ടയറില്ലാതെ കാന്തിക മേഖലയിലൂടെ ഇറങ്ങി ഓടുന്ന സംവിധാനങ്ങൾ അത് നടപ്പാക്കും. ഏറ്റവും ലാസ്റ്റ് പറയുന്നത്, വന്യമൃഗങ്ങൾക്ക് ഇപ്പം തന്നെ വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ കൗൺസിലിംഗ് കടുവായ്ക്കും പുലിക്കും ആനയ്ക്കും ഒക്കെ നൽകുന്നുണ്ട്. ആ കൗൺസിലിംഗ് നൽകി കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. അത് അവർ ഭരണ നേതൃത്വത്തോട് പറഞ്ഞപ്പം അവരൊരു പുതിയ പദ്ധതി കണ്ടുപിടിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങൾക്ക് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാനസാന്തരം വരുത്തും. അന്നേരം പന്നിക്ക് മനസ്സിലാകും, വന്യമൃഗങ്ങൾക്കെല്ലാം ഇത് കൊടുക്കും. പന്നിക്ക് മനസ്സിലാകും, നാട്ടിലിറങ്ങി നാട്ടുകാരൻ്റെ കപ്പയും ചേനയും ചേമ്പും ഒന്നും മാന്തരുത്, പന്നി ഇറങ്ങില്ല. ആനയ്ക്ക് മനസ്സിലാകും, വനമാണ് ഞങ്ങളുടേത്, വനത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുത്. കടുവായ്ക്ക് അങ്ങനെ എല്ലാ മൃഗങ്ങൾക്കും ഒരു AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ മനുഷ്യനുമായി ഒരു പ്രശ്നവുമില്ലാതെ നിൽക്കത്തക്ക വിധം ഒരു പ്രത്യേകതരം ബുദ്ധി വന്യമൃഗങ്ങൾക്ക് കൊടുത്ത് ആ പദ്ധതി നടപ്പാക്കി കേരളം മാതൃകയാകും. അതുകൊണ്ട് തന്നെ മൂന്നാം ഗവൺമെൻറ് വന്നാൽ ഈ കാര്യങ്ങളെല്ലാം പക്കായായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.